ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൃന്ദാവൻ പി സി വേൾഡ്. അങ്ങനെ ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് ഞാൻ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞതിൽ നിന്ന് എഗൻ എല്ലാ സബ്ജക്റ്റിൻ്റെ ഓരോ മേഖല വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനിങ്ങനെ ഹോട്ട് ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട വാസ്റ്റ് സിലബസിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് പകരം കുറച്ച് പഠിച്ചിട്ട് ഈസി ആയിട്ട് പാസ്സായാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. കാരണം ഇത് ജസ്റ്റ് പാസ്സാവാനല്ലേ ഉള്ളൂ. മെയിൻസിനാണ് നമ്മൾ ഒത്തിരി കൂടെ എന്താണ് ആ സിലബസിലെ മെജോറിറ്റി പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊക്കെ പഠിച്ച് റാങ്ക് കയറ്റാൻ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ കണ്ടപ്പോൾ ഞാൻ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ എന്താണ് ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ട് ടോപ്പിക്സിന്റെ PDF-ഉം എക്കണോമിക്സിന്റെ PDF-ഉം മലയാളത്തിന്റെ കുറച്ച് PDF നോട്ടുകളും ഇംഗ്ലീഷിന്റെ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ നോട്ടിൽ നിന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാനത് സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്തതാണ്, ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത്. അപ്പോൾ അത് ചാനൽ മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടെങ്കിൽ തേർഡ് സ്റ്റേജ് എഴുതുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഞാനത് കാണിച്ചു തരാം നിങ്ങളെ എങ്ങനെയാണ് നോട്ട് എന്നുള്ളതും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിച്ചതും ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓരോ ഹോട്ട് ടോപ്പിക്സിൽ പറയുമ്പോഴും ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണ് ഇതിൽ എപ്പോഴും പോർച്ചുഗീസും ഡച്ചുമാണ് ഇമ്പോർട്ടൻറ്റ്. അവരതുപോലെ തന്നെ പോർച്ചുഗീസും ഡച്ചും ഇതിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പോർച്ചുഗീസ് ചോദിച്ചിട്ടുണ്ട്, ഡച്ചിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ഏരിയ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അക്ബർ എപ്പോഴും മെഡീവൽ ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അക്ബറും ഔറംഗസീബുമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജീനെ സംബന്ധിച്ചുള്ള കാര്യം കുറച്ചും കൂടെ ശ്രദ്ധിച്ചു നോക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഗാന്ധിജിയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾക്ക് ഇത്തിരി ടഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം കേട്ടോ. കാരണം അത്രയും നോക്കുന്നവർക്ക് അതിന്റെ ഉത്തരം കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞാണ് എർത്തിന്റെ സ്ട്രക്ചർ വേൾഡ് ജിയോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ ടോപ്പോഗ്രാഫിക് മാപ്സ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മളുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പോളിസീസ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇതൊക്കെ ഞാൻ എന്താണ് ആ ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞതിൽ എല്ലാ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാൻ, ഓരോ 5 ഇയർ പ്ലാൻസ് ആക്ച്വലി 12 ഉണ്ടെങ്കിലും അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിൽ സെക്കൻഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് സെക്കൻഡ് എന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, ബാക്കിയുള്ള നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നമുക്ക് എന്താണ് പഠിച്ചാൽ അത്യാവശ്യം കിട്ടുന്നൊരു തരത്തിലുള്ള സംഭവങ്ങളാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. പക്ഷേ ഇവിടെ ചോദിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ചോദ്യമാണ്. എളുപ്പമാണെന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി അത് ഇംഗ്ലീഷ് വായിച്ച് ഇതാക്കണം എന്നുള്ളൊരു ഇതുണ്ട്. ചില കാര്യങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാലായിരിക്കും കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറി, ഈ 3 ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇതിൽ തീരുമാനം എടുക്കാൻ ഇതിലുള്ളത് അതൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഹോട്ട് ടോപ്പിക്സിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു കേരള ബജറ്റ് ഒക്കെ നോക്കണം. കാരണം ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അത് യൂണിയൻ ആണെങ്കിലും കേരള ആണെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ 16th ഫിനാൻസ് കമ്മീഷനൊക്കെ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എളുപ്പത്തിലാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ സ്ഥിരം ക്വസ്റ്റൻ ആണ്. ഇത് മുസ്ലിസ് ഫസ്റ്റ് സ്റ്റേജിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സിമിലർ ക്വസ്റ്റൻ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ശബ്ദ ചലച്ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ചോദിച്ചത്. സോ എല്ലാവരും സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാതാവും നോക്കാറുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററും. പക്ഷേ ഇപ്പോൾ അടുത്തടുത്തായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഐഡിയ എനിക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ തൂലികാനാമങ്ങൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്തിട്ടാണെങ്കിലും കിട്ടുന്നൊരു സംഭവമാണ്. അങ്ങനെ കുറേയധികം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ എന്താ പറയാ കംപ്ലീറ്റ് ദലിത് മലയാളി വുമൻ ടു ഗെറ്റ് എ ഡിഗ്രി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ഇത് ഞാൻ ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ സമയത്ത് കണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി എടുത്ത്. പിന്നെ എൻ്റെ ടെസ്റ്റ് സീരീസിലും SCRT ക്ലാസ്സിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദാക്ഷായണി വേലായുധനാണ് ആദ്യത്തെ ദലിത് മലയാളി ടു ഗെറ്റ് എ ഡിഗ്രി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. അതൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എസ്പെഷ്യലി പറയുന്നു റോം കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ NCERT പാഠഭാഗം കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അവരെ. പിന്നെ ഈ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഇതൊക്കെ PYQന്റെ ഭാഗത്തു നിന്നുള്ള കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സംഭവമാണിത്. സൈബർ ക്രൈംസ് ഞാൻ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് എന്താണ് ഒന്ന് ക്വസ്റ്റൻ അനലൈസ് ചെയ്താൽ ആൻസർ കിട്ടുന്ന തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കിട്ടുന്നത് കേട്ടോ ചിലതൊക്കെ. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നം, ഈ ഒരു ക്വസ്റ്റൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നം മനസ്സിലാക്കാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിലേറ്റഡ് ടു റിസോഴ്സ് ഡെഫിസിറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളത്. ഇതിൽ ഇന്ത്യ ഈസ് വാട്ടർ റിച്ച് ബട്ട് വാട്ടർ സെക്യൂർ, ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ത്യ ജലസമൃദ്ധമാണ് പക്ഷേ ജലസുരക്ഷിതത്വം ഉണ്ടെന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ മലയാളത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്, ജലസുരക്ഷ ഇല്ല എന്നാണ്. അപ്പോൾ മലയാളം ട്രാൻസ്ലേഷൻ മാത്രം നോക്കി പോകുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റൻ്റെ ആൻസർ തെറ്റും. ഓക്കെ, അത് ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റൻ ഇംഗ്ലീഷ് വായിച്ച ഒരാൾക്ക് ഉത്തരം ശരിയാകും. അങ്ങനെ ഐഡിയയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്താണ് അവർ ഫൈനൽ ആൻസർ എടുക്കുമ്പോൾ ഇംഗ്ലീഷേ എടുക്കുകയുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ PYQ ആണെങ്കിൽ 21 തൊട്ട് 25 വരെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇംഗ്ലീഷും കൂടെ കണക്കിലെടുത്ത് പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. മലയാളം നോക്കുന്ന ഒരാൾക്ക് തെറ്റാൻ സാധ്യതയുള്ള കുറേയധികം കാര്യങ്ങൾ വരും ഇതിൽ. ഓക്കെ, അപ്പം
പിന്നെ മാത്സ് ഒക്കെ അത്യാവശ്യം ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. ഫോർമുലാസ് ഉള്ളതുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോർമുല വെച്ചിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ അങ്ങനെ മെൻസറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്കുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയാൽ ഈ എപിയുടെ സംഭവം ഒക്കെ കിട്ടും കേട്ടോ. എപിയുടെ ഇക്വേഷൻ കംപ്ലീറ്റ് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഐഡിയയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കുറേയൊക്കെ കാര്യങ്ങൾ. പക്ഷേ ടൈം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ മലയാളമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തായിരുന്നു. ഇംഗ്ലീഷും അതേ കുഴപ്പമൊന്നുമില്ലാത്തതായിരുന്നു. ഇതിൽ നമുക്ക് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ആദ്യം അത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഹോട്ട് ടോപ്പിക്സിൻ്റെ ഇതിൽ പറഞ്ഞത്. കണ്ടോ, മെഡീവലിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ഞാൻ ആ മെമ്പേഴ്സിൻ്റെ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഫിലിം ആദ്യകാല സിനിമകൾ, പിന്നിൽ പ്രവർത്തിച്ചവർ എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഇതാണ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കണത്. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് കേട്ടോ. കണ്ടോ, ലാസ്റ്റ് മിനിറ്റ് ഹോട്ട് ടോപ്പിക്സിൽ ഞാൻ കേരള ബജറ്റ് എടുത്തു പറഞ്ഞിരുന്നു നോക്കണം എന്നുള്ളത്. അതുപോലെ അപ്പോയിൻമെന്റ്സ് ശ്രദ്ധിക്കണം. അതുപോലെ മലയാളത്തിന്റെ ഓരോരുത്തരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഈ നമ്മളുടെ ലേഖകൻ, ലേഖിക ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ സെക്കൻഡ് സ്റ്റേജിലത്. അതുപോലെ പര്യായത്തിൽ നിന്ന് മേഘത്തിന്റെ വെച്ചിട്ടുള്ളത് നീരഥം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കുറേയാണ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൽ. നമുക്ക് എളുപ്പത്തിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതാണ് എക്കണോമിക്സിന്റെ വരുന്നത്. അതിൽ കംപ്ലീറ്റ് ഞാൻ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഇക്വേഷൻസ് ഇതാണ് എക്സാക്ട് എടുത്ത് ചോദിച്ചത് കേട്ടോ. ഈ ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചത്. ഇതൊക്കെ ഒരു എന്താണ് ലാസ്റ്റ് മിനിറ്റ് ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടതാണ്. അപ്പോൾ അതിന് തേർഡ് സ്റ്റേജിലുള്ളവർക്കും ഇത് ഹെൽപ്ഫുൾ ആകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നോട്ട്സ്, അതുപോലെ തന്നെ ഫോർമുല ഷീറ്റ്, മാത്സിന്റെ ഫോർമുല ഷീറ്റും കൂടി ഉണ്ട്. അതും കൂടെ നമ്മുടെ ചാനൽ മെമ്പേഴ്സിന് കിട്ടുന്നതായിരിക്കും. ചാനൽ മെമ്പർഷിപ്പ് കിട്ടാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്താൽ ഇപ്പോൾ തേർഡ് സ്റ്റേജിലുള്ളവർക്കാണെങ്കിലും ആ നോട്ട്സ് ഉപകാരപ്പെടും കേട്ടോ. കാരണം അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്സിന്റെ ഒക്കെ ലിസ്റ്റ് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ തേർഡ് സ്റ്റേജ് കണക്കാക്കി എന്തെങ്കിലും ഞാൻ ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ സോർട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഇടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് അതിൽ കയറിയിരിക്കുന്നവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണിത്. ഇനി സാധ്യതയുള്ളത് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാനൊക്കെ നല്ല സാധ്യതയുള്ളതാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തേർഡ് സ്റ്റേജ് എഴുതുന്നവർ തീർച്ചയായിട്ടും എന്താണ് ഹോട്ട് ടോപ്പിക്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക മാക്സിമം. അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ലവണ്ണം ചെയ്യുക. അതിന് ഏറ്റവും നല്ലത് PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർ PYQ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അത് ഇത് മാത്രമല്ല ബാക്കിയുള്ളത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ 21 തൊട്ട് 25 വരെയുള്ളത് കംപ്ലീറ്റ് നന്നായിട്ട് നോക്കുക. സ്റ്റിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ സെപ്പറേറ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇല്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനിയാണെങ്കിലും എന്ത് ചെയ്താൽ മതി, കൂടുതലും ഹോട്ട് ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അഗൈൻ പറയുന്നു. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല രീതിയിൽ തന്നെ നോക്കുക. പിന്നെ PYQ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് ഇതാക്കുക. അത്രയും മതി പ്രിലിംസ് പാസ്സാവാൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും വീഡിയോ ക്ലാസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓൾ ടുഗദർ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. സെക്കൻഡ് സ്റ്റേജ് ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുന്നതാണ്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആകണം എന്നില്ല. ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഓക്കെ കുഴപ്പമില്ല. ഫസ്റ്റ് സ്റ്റേജാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. സെക്കൻഡ് സ്റ്റേജ് അത്ര ഇതൊന്നല്ല പറഞ്ഞത്, പക്ഷേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ ടൈമും കൂടെ കിട്ടട്ടെ, നമുക്ക് ആ ഒരു 1.25 മണിക്കൂറിൽ മാത്സിൻ്റെ ഒക്കെ ആണെങ്കിലും ഒന്ന് ചിന്തിച്ച് ചെയ്യാനുള്ളൊരു ടൈമിൻ്റെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈസി ആയിട്ട് ഉത്തരം കിട്ടുന്നതാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ടൈമിൻ്റെ ഒരു സ്ട്രെസ്സിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജ് എഴുതിയവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.